അപകടമാകും, ചിലപ്പോ രോഗമാവും, ചിലപ്പോ കേസാവും, പല സംഗതിയാവും. ഞാനിവിടെ വന്നപ്പോ ഒരാൾ പറഞ്ഞു സിറാജുലിലേക്ക് നേർച്ച തന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. പ്രായമുള്ള ഒരാള് എന്തോ ഒരു കള്ളക്കേസ് ഉണ്ടെന്ന്. എല്ലാ കള്ളക്കേസും അല്ലാഹു തആല നീക്കം ചെയ്യട്ടെ. യുസബു മിൻഹു, അത് ബുഖാരിയിലെ ഹദീസാണ്. കാരണം എന്തേ? എല്ലാ മുസീബത്തുകളും മനുഷ്യന്റെ പാപം പുറത്ത് മനുഷ്യനെ ഫിൽട്ട് ചെയ്യുന്ന സംഗതിയാണ്. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത്തു യുസാഖുഹാ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏതൊരു മുസ്ലിമിന് ഏത് പ്രയാസമോ ബുദ്ധിമുട്ടോ, ഏത് ദുഃഖമോ ടെൻഷനോ, ഏത് പ്രശ്നം ആരിൽ നിന്നോ, ആരുടെ പ്രശ്നമുണ്ടാക്കലോ, ആര് ബുദ്ധിമുട്ടിക്കലോ, ഏത് മനപ്രയാസമോ സംഭവിക്കുന്നുണ്ടെങ്കിലും ഹത്ത ശൗകത്തു യുസാഖുഹാ, കാലിനടിയിൽ തറിക്കുന്ന ഒരു മുള്ള് വരെ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അതുകൊണ്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. മനുഷ്യനെ ഫിൽട്ട് ചെയ്യുന്ന സംഗതികളാണ് മുസീബത്തുകൾ. ആത്മീയ രംഗത്ത് നമ്മെ ശുദ്ധീകരിക്കുന്ന വിഷയങ്ങളാണ് മുസീബത്തുകൾ. അതുകൊണ്ട് തന്നെ പ്രവർത്തകന്മാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, മനക്ലേശങ്ങളിൽ, ശത്രുക്കളുണ്ടാക്കുന്ന കുപ്രചരണങ്ങളിൽ ആരും തന്നെ വഞ്ചിതരാകാതെ, ആരും തന്നെ മനക്കരുത്ത് നഷ്ടപ്പെടാതെ, അതെല്ലാം ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണെന്ന് കരുതി മനക്കരുത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് മുന്നേറി നമ്മുടെ ബാധ്യത നിർവഹിക്കണം. ഹബീബായ നബി തങ്ങൾ എന്തിനാണ് പ്രയാസപ്പെട്ടത്? എന്തിനാണ് സഹാബത്ത് പ്രയാസപ്പെട്ടത്? എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് കൊല്ലപ്പെട്ടത്? എന്തിനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടിപ്പോയത്? എന്തിനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് മരണപ്പെട്ടു പോയത്? അല്ലാഹു അവരെ എല്ലാം കാണാനും അവരെ കൂടെ സംഗമിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതവരുടെ സ്വന്തം കാര്യത്തിനല്ല, അവരവരുടെ ജീവിതം സമർപ്പിച്ചു, പടച്ച റബ്ബിന്റെ ദീനിന് സമർപ്പിച്ചു. ആ സമർപ്പണമല്ലേ സുഹൃത്തുക്കളെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബ് ഖുർആൻ അടയാളമാക്കി വെച്ചു. എന്തിന്റെ അടയാളമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ അടയാളമാണ് ഖുർആൻ. അല്ലമൽ ഖുർആൻ, അത് ഒരു തഫ്സീറാണ്. അതുകൊണ്ട് അല്ലമൽ ഖുർആൻ എന്നതിന് വേറെ ഏതെങ്കിലും തഫ്സീർ പഠിച്ചവരൊന്നും നാളെ ചോദ്യം ചെയ്യാൻ പോണ്ട. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബ് ഖുർആനിനെ, നബി തങ്ങളുടെ മുഅ്ജിസത്ത് ഏറ്റവും വലുതല്ലേ. അത് ഖിയാമത്ത് നാൾ വരെ അവിടുന്ന് റസൂലാണെന്നതിന്റെ അടയാളമാണ്, തെളിവാണ്. അതേ, ആ പരിശുദ്ധ ഖുർആനിൽ അർ-റഹ്മാൻ സൂറത്ത് ഇറങ്ങിയപ്പോ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. ഈ അർ-റഹ്മാൻ സൂറത്ത് അതാ മുശ്രിക്കീകളായ എതിരാളികളെ മുന്നിൽ പോയി ഓതിക്കൊടുക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്, ആരോഗ്യം വളരെ കുറഞ്ഞ, തടിയും വണ്ണമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ പോയി ഓതിക്കൊടുക്കും ആ ശത്രുക്കളെ മുന്നിൽ അർ-റഹ്മാൻ സൂറത്ത്. നിങ്ങളവിടെ ഇരിക്കും. മൂപ്പരവിടെ ഇരുത്തിയിട്ട് പിന്നെയും ചോദിച്ചു, അല്ല ആരുണ്ട് ഇത് ഓതിക്കൊടുക്കാൻ? ഒരാരോഗ്യമുള്ളവരും രംഗത്ത് വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റുന്നത് മൂപ്പരനെ. കണ്ടാ വളരെ മെലിഞ്ഞ മനുഷ്യൻ. മൂപ്പര എഴുന്നേറ്റിട്ട് ഞാൻ ഓതിക്കൊടുക്കും നബിയെ, പോയിട്ട് എതിരാളികളെ മുന്നിൽ. ഖുർആനല്ലേ, നിങ്ങളവിടെ ഇരിക്കും. ആരുണ്ട് ഇത് ഓതിക്കൊടുക്കാൻ? മൂന്നാമതും ചോദിച്ചപ്പോഴും ആരുമില്ല. മൂപ്പരനെ പിന്നെ എഴുന്നേറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിഷമം, ഈ പാവത്തിനെയാണോ പറഞ്ഞേക്കണ്ട് പഠിച്ചവനെ? ഇവരെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. അബൂജഹലടക്കമുള്ള മുഴുവൻ ശത്രുക്കളുമുള്ള സ്ഥലത്ത് മഹാനവറുകൾ ചെന്ന് അർ-റഹ്മാൻ സൂറത്തങ്ങ് ഓതിയപ്പോൾ അബൂജഹൽ എഴുന്നേറ്റ് വന്ന് ചെവിട്ടിനൊരടി കൊടുത്തു.
ചെവിട് കീറിപ്പോയി, ചോര ഒലിച്ചുപോയി. കരഞ്ഞുകൊണ്ട് നബി തങ്ങളെ സമീപത്തേക്ക് വന്നപ്പോ വല്ലാത്ത സങ്കടം തന്നെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചിരിച്ചുകൊണ്ടാ വരുന്നത്, സന്തോഷിപ്പിച്ചുകൊണ്ടാ വരുന്നത്. നബി തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ ജിബ്രീലേ, ഇബ്നു മസ്ഊദിന് അടികൊണ്ട ദുഃഖത്തിലിരിക്കുമ്പോ നിങ്ങൾ ചിരിക്കുകയാണോ? നബിയെ, പിന്നീട് തങ്ങൾക്കതിന്റെ രഹസ്യമറിയാം. സുബ്ഹാനല്ലാഹ്. ഞാൻ ചുരുക്കി പറയട്ടെ, അബൂജഹൽ അതാ ബദറിലുണ്ടല്ലോ. ആ ബദറിൽ വന്ന ശത്രുക്കളെ കൂട്ടത്തിലുള്ള അബൂജഹൽ, അതാ രണ്ട് യുവാക്കൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുന്ന അബൂജഹലിനെ കാണാനുള്ള ആഗ്രഹമാണ്. കണ്ടപ്പോൾ അവർ അബൂജഹലിനെ വെട്ടിവീഴ്ത്തിയതാണ്. യുദ്ധമല്ലേ രംഗം. അബൂജഹൽ വീണ സ്ഥലത്ത് നിന്ന് കൂർക്കം വലിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ ദൂരെ നിന്ന് നോക്കി. മുമ്പ് അടികൊണ്ടതും ഓർമ്മയുണ്ട്. ഇവനാണെങ്കിൽ വല്ലാത്ത കല്ലനാണ്. ദൂരെ നിന്നൊന്ന് നോക്കിയിട്ട് കുന്തം കൊണ്ട് മൂക്കിനൊരു കുത്തങ്ങ് കൊടുത്തു. സനസിമുഹു അലൽ ഖുർതൂം. മൂക്കിന് നല്ല കുത്തങ്ങ് കിട്ടിയപ്പോ അബൂജഹലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേ ധൈര്യം വന്നു ഇബ്നു മസ്ഊദ് തങ്ങൾക്ക്. മെല്ലെ അദ്ദേഹത്തിന്റെ നെഞ്ഞത്ത് കയറാൻ നോക്കുമ്പോ ഇവന്റെ തടിയും വണ്ണവും കൊണ്ട് കാലെടുത്ത് വെച്ച് കയറാൻ കഴിയുന്നില്ല. ചെറിയൊരു സാധനം മടിയിൽ വെച്ച് ഹിക്മത്ത് പ്രയോഗിച്ച് നെഞ്ഞത്ത് കയറിയിരുന്നപ്പോ അബൂജഹൽ പറയുന്നു, എന്റെ ശത്രുത മുഹമ്മദിനോട് തീർന്നിട്ടില്ല. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി മുഹമ്മദ് തന്നെയാണ്. നീട്ടി മുറിച്ചോ, പക്ഷേ നല്ല മൂർച്ചയുള്ള വാളാ നല്ലത്. എന്റെ വാള് തന്നെ എടുത്തോ. അബൂജഹലിന്റെ വാളെടുത്ത് അബൂജഹലിന്റെ തലയങ്ങ് വെട്ടിയിട്ട് അത് എടുത്തിങ്ങ് കൊണ്ടുവരാൻ ഇബ്നു മസ്ഊദിന് പൊങ്ങുന്നില്ല. അപ്പോഴാണ് കാതിന് പണ്ടൊരു കീറ് കൊടുത്തിട്ടില്ലേ, പകരം കാതിനൊരു കുത്തു കൊടുത്തിട്ട് കാതൊന്ന് തുളച്ചിട്ട് ഒരു കഷ്ണം കയറുകൊണ്ടതാ കാതിന് പിടിച്ച് അതിന് കെട്ടിയിട്ട് പിടിച്ച് വലിച്ച് ഹബീബായ നബി തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചു വന്നതിന്റെ രഹസ്യം ബോധ്യപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, പതറുന്ന പ്രസ്ഥാനമല്ല ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണം. നിയമത്തിന് വിധേയമായി മാത്രമായിരിക്കണം എന്നീ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇവിടെ വന്നവരും പങ്കെടുത്തവരും വീക്ഷിച്ചവരും ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരും അവരെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. ഷംനാദ് പള്ളിമുക്ക് കൊല്ലം സിറാജുലേക്ക് ഭക്ഷണത്തിനായി 10,000 ഉറുപ്പിക പലരും സിറാജുലേക്ക് നേർച്ചയും സംഭാവനയും തന്നിട്ടുണ്ട്. അല്ലാഹു തആല അതെല്ലാം ഖബൂൽ ചെയ്യട്ടെ. ഞാനിപ്പോ ഹജ്ജിന് പോയപ്പോ എന്നോട് ഒരാളെ കാണിച്ചു തന്നു, വലിയ ഹാജി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൾ എയർപിന്ന് വീങ്ങിപ്പോയി, ചെറുകുടലിലെത്തിപ്പോയി. ഡോക്ടർമാര് വലിയ വിഷമം പറഞ്ഞപ്പോ സിറാജുലേക്ക് നേർച്ചയാക്കി. എയർപിൻ അങ്ങനെ തന്നെ ചെറുകുടലിന് കയറി വന്ന് വായിലൂടെ അങ്ങോട്ട് പുറത്തുപോയി. അപ്പോ വലിയ അത്ഭുതമായി പോയി ഡോക്ടർമാർക്ക്. എവിടെ ചെന്നാലും നേർച്ച കിട്ടും. അതുകൊണ്ട് സിറാജിലേക്ക് നേർച്ച കിട്ടുന്നത് കണ്ടിട്ട് രോഗമുള്ള ചിലരുണ്ട്, അവരെ രോഗം അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, കഴുത്തിന് മുഴ ഉണ്ടായിരുന്നു, നേർച്ച ചെയ്ത് മാറിക്കിട്ടിയെന്ന് പറഞ്ഞു. അല്ലാഹു തആല എല്ലാ രോഗവും എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമയമായതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഐദ്രൂസ് ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദ് അവர்கள் പ്രത്യേകം ഗൗസുൽ ആദമിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഗൗസുൽ ആദമിനെ അനുസ്മരിക്കുന്നു, താജുൽ ഉലമയെ അനുസ്മരിക്കുന്നു, വടകര മുഹമ്മദ് ആയിത്തങ്ങളെ അനുസ്മരിക്കുന്നു. അങ്ങനെ എത്രയോ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണ്. സമയമായില്ലേ വണ്ടിന്റെ? കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സഹായങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் കയ്യിൽ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ. ഉസ്താദ് അവர்கள் പ്രത്യേകം ഫാത്തിഹ ദുആർക്കും. എനിക്ക് വണ്ടി പോകുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സിറാജുൽ ഹഖ് ഞാൻ വാങ്ങിച്ചോളാം.
ഉസ്താദ് ഒന്ന് അവിടെ ഇരുന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഏതായാലും നിങ്ങൾ ഇരിക്കാൻ